15 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി 16-ാമത്തെ വചനം മുതലാണ് ഇന്ന് പഠിക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا ഒന്നുകൂടെ. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا കഴിഞ്ഞ ആയത്ത് വരെ സക്കരിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ് അല്ലാഹു തആല പ്രതിപാദിച്ചത്. പ്രായമായ കാലഘട്ടത്തിൽ അങ്ങേയറ്റം കിഴവിയായ തൻ്റെ ഭാര്യയിലൂടെ അദ്ദേഹത്തിന് അല്ലാഹു തആല കറാമത്തായിക്കൊണ്ട് അത്ഭുതകരമായി ഒരു സന്താനത്തെ നൽകിയതാണ് കഴിഞ്ഞ വചനങ്ങളിൽ പഠിച്ചത്. ഇനി അതിനേക്കാൾ അത്ഭുതകരമായ മറ്റു സംഭവം, അതാണ് ഇവിടെ മുതലുള്ള കുറേ വചനങ്ങളിൽ അല്ലാഹു തആല പ്രതിപാദിക്കുന്നത്. മറിയം ബീവിയുടെ ജീവിതത്തിലുണ്ടായ, അവർക്ക് ഭർത്താവില്ലാതെ ഒരു പുരുഷ സ്പർശനമില്ലാതെ തന്നെ അല്ലാഹു തആല സന്താനത്തെ നൽകിയതും ആ സന്താനത്തെ അല്ലാഹു തആല പ്രവാചകനാക്കിയതുമായ സംഭവമാണ് ഈ വചനങ്ങൾ മുതൽ ഉള്ള കുറേ ആയത്തുകൾ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. സൂറത്ത് ആലി ഇംറാനിൽ വിശദമായി അല്ലാഹു തആല ഇതേ സംഭവം തന്നെ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്ത് മറിയം എന്നാണ്. മറിയം ബീവിയുടെ പേരിലാണ് സൂറത്തുള്ളത്. ഈ ആയത്ത് മുതലാണ് ഉദ്കുൽ കിതാബി മറിയം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്നാണ് മറിയം ബീവിയുടെ പരാമർശങ്ങൾ ഈ സൂറത്തിൽ ആരംഭിക്കുന്നത്. മനുഷ്യ സൃഷ്ടിപ്പിൽ അല്ലാഹു തആല വെച്ച വ്യവസ്ഥ എന്നുള്ളത് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ പുതിയ മനുഷ്യർ ജനിക്കുക എന്നതാണ് അല്ലാഹു ഈ ദുനിയാവിൽ വെച്ച വ്യവസ്ഥ. ആ വ്യവസ്ഥകൾക്ക് അതീതമായി സംഭവിക്കാവുന്ന അത്ഭുതങ്ങൾ 3 എണ്ണമാണ്. ഒന്ന്, ആണും പെണ്ണും ഇല്ലാതെ മനുഷ്യനായാൽ അത്ഭുതമാണ്. ആണില്ലാതെ പെണ്ണ് മാത്രം മനുഷ്യനായാലും അത്ഭുതമാണ്. പെണ്ണില്ലാതെ ആണിൽ നിന്നും മാത്രം മനുഷ്യനായാലും അത്ഭുതമാണ്. ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും മനുഷ്യനുണ്ടാവുക എന്നുള്ളത് അത്ഭുതമല്ല. എന്നാൽ ആപേക്ഷികമായി അതിൽ ചില അത്ഭുതങ്ങൾ വരും. അതാണ് ഇപ്പോൾ സക്കരിയ നബിയുടെ വിഷയം. പ്രായമായി സാധാരണഗതിയിൽ മക്കളുണ്ടാവാനുള്ള സാഹചര്യമൊക്കെ അവസാനിച്ചു. പക്ഷെ ആ കാലത്ത് അല്ലാഹു തആല ഒരു സന്താനത്തെ നൽകി. അവരെടുത്തു പറയാൻ മാത്രം പ്രാധാന്യമുണ്ട്. ഈ 3 അത്ഭുതങ്ങളും അല്ലാഹു തആല മനുഷ്യ സൃഷ്ടിപ്പിൽ ലോകത്ത് അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുക്കത് കഴിയും എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ആദം നബിയുടെ സൃഷ്ടിപ്പിൽ ഒരാണിൽ നിന്നോ പെണ്ണിൽ നിന്നോ അല്ല ആദം നബി അല്ലാഹു തആല പടച്ചത്. അവരാണും പെണ്ണും ഇല്ലാതെയും ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ അല്ലാഹുവിന് പ്രയാസമില്ല എന്ന് ബോധ്യപ്പെടുത്തൽ കൂടി അതിൽ ഉദ്ദേശമുണ്ട്. രണ്ടാമത് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്ന് മാത്രമാണ്. ആദം നബിയുടെ ഭാര്യയിൽ നിന്നാണ് അല്ലാഹു തആല ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചത്. ഒരാണിൽ നിന്ന് മാത്രം, അതും ഭാര്യയിൽ നിന്ന്. അപ്പോൾ റബ്ബിന് അതും എളുപ്പമാണ്. ഈ വ്യവസ്ഥകളും സംവിധാനമൊന്നും അല്ലാഹുക്ക് ആവശ്യമില്ല. അല്ലാഹു തആല
എന്തുദ്ദേശിച്ചാലും അതെല്ലാം നടപ്പാക്കാൻ കഴിയുന്നവനാണ് എന്നതിലൂടെ ബോധ്യപ്പെടുത്തുന്നു. ഇനി മൂന്നാമത് അത്ഭുതം ഉണ്ടാകാൻ വഴിയുള്ളത് ആണില്ലാതെ പെണ്ണിൽ നിന്ന് മാത്രം ഒരു മനുഷ്യൻ ഉണ്ടാവുക എന്നാണ്. അതാണ് ഇവിടെ മറിയം ബീവിയുടെ വിഷയത്തിൽ ഉണ്ടാകുന്നത്. മറിയം ബീവിക്ക് ഭർത്താവില്ല, പുരുഷ സ്പർശനമില്ല, എന്നിട്ടും ആ പെണ്ണിൽ നിന്ന് മാത്രമായി ഒരു പുതിയ മനുഷ്യൻ അല്ലാഹു തആല സൃഷ്ടിക്കുന്നു. അത് റബ്ബിൻ്റെ ദൃഷ്ടാന്തം ഇവിടെ കാണിക്കുകയാണ്. ബാക്കി എല്ലാ മനുഷ്യന്മാരും അല്ലാഹു തആല സൃഷ്ടിച്ചത് വബസ്സമിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ എന്ന് പറയുന്ന അതാണ് പൊതുവായി എല്ലാത്തിലുമുള്ള തത്വം. അപ്പോൾ റബ്ബിന് ഈ സംവിധാനങ്ങളോ വ്യവസ്ഥകളോ ഇതൊന്നും അല്ലാഹ്ക്ക് ആവശ്യമില്ല, നമുക്കാണതെല്ലാം ആവശ്യം. വ്യവസ്ഥയാക്കിയവൻ അല്ലയാണ്. ആ റബ്ബിന് ഈ വ്യവസ്ഥ ഇല്ലാതെ തന്നെയും കാര്യങ്ങൾ നടപ്പാക്കാൻ അല്ലാഹു തആല കഴിവുള്ളവനുമാണ്. അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും അല്ലാഹു തആല കഴിവുള്ളവനാണ് എന്നത് ഇവിടെ ഒന്നുകൂടെ അല്ലാഹു ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ് ഈ സംഭവത്തിലൂടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ സൂറത്തിലെ ഒരു സംഭവം കഴിഞ്ഞ് രണ്ടാമത് സംഭവം അല്ലാഹു തആല ഇവിടെ പറയുന്നു. ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ ഒരു യോജിപ്പുണ്ട്, അതുകൊണ്ടാണ് ഈ തുടർച്ച സ്വീകരിച്ചത്. സൂറത്ത് ആൽ ഇംറാനിലും തന്നെ സക്കറിയ നബി പറയുന്നുണ്ട്, അതേപോലെ മറിയം ബീവിയുടെ കഥയും അവിടെയും പ്രതിപാദിക്കുന്നുണ്ട്. ഖുർആനിൽ എപ്പോഴും ഒരു ആയത്തും അടുത്ത ആയത്തും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാകും. ഒരു സൂറത്ത് മറ്റു സൂറത്തും തമ്മിൽ ഒരു ബന്ധമുണ്ടാകും. ഒരു ജുസും അടുത്ത ജുസും തമ്മിൽ ഒരു ബന്ധമുണ്ടാകും. എന്ന പോലെ ഒരു സൂറത്തിൽ തന്നെ ഒരു കഥയും അടുത്ത കഥയും തമ്മിൽ ഒരു ബന്ധമുണ്ടാകും. അപ്പോൾ അതാണ് ഇവിടെ സക്കറിയ നബിയുടെ കഥ പറഞ്ഞു, അതിൽ ചില അത്ഭുതങ്ങൾ നമുക്കുണ്ട്. അതിനേക്കാൾ അത്ഭുതമാണ് ഇനി പറയാൻ പോകുന്ന ഈ ഒരു കഥ. അതാണ് മുനാസബത്ത്, ഈ രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം. അതാണ് തുടങ്ങുന്നത് വദ്കുർ ഫിൽ കിതാബി മറിയം ഇദ് ഇൻതബദത് മിൻ അഹ്ലിഹാ മക്കാനൻ ശർഖിയ്യ. വദ്കുർ നബിയെ താങ്കൾ ഓർക്കണം, സ്മരിക്കണം. വദ്കുർ ഫിൽ കിതാബ്, കിതാബിൽ ഈ ഗ്രന്ഥത്തിൽ വേദഗ്രന്ഥത്തിൽ താങ്കൾ ഓർക്കണം. മറിയമിനെ കുറിച്ച് താങ്കൾ ഓർക്കേണ്ടതുണ്ട്. മറിയമ്മിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം, ആ കഥ നബിയെ താങ്കൾ സ്മരിക്കേണ്ടതുണ്ട്. അവർക്ക് അക്കാലത്ത് കേട്ട് പരിചയമുള്ള കഥയാണ് മറിയം ബീവിയുടെ കഥ. വേദക്കാർക്ക് നേരത്തെ പരിചയമുള്ളതാണ്. ഈസാ നബിയുടെ മാതാവ് എന്നതിലേക്ക് വേദക്കാരേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു അർത്ഥത്തിൽ പരിധിക്കപ്പുറം ബഹുമാനിക്കുന്നതാണ് മറിയം ബീവിയെ. ദൈവപത്നിയായി വരെ അവരെ വിശ്വസിച്ച് പോരുന്നു. അവർ വിശുദ്ധയാണ്, ത്വാഹിറത്താണ് എന്ന് ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞതാണ്. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ വഅംബതഹാ നബാതൻ ഹസന വകഫലഹാ സക്കരിയ്യ എന്ന് സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു തആല പ്രതിപാദിക്കുന്നുണ്ട്. ഫഅംബതഹാ നബാതൻ ഹസന, ഏറ്റവും നല്ല ഒരു വളർച്ചയാണ് അല്ലാഹു വളർത്തിക്കൊണ്ടുവന്നത് എന്ന് ഖുർആൻ എടുത്തു പറയുന്നു. അപ്പോൾ അവർ വളരെ വിശുദ്ധയായി ധാരാളം ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ ശ്രമിച്ച് അങ്ങേയറ്റം വിശുദ്ധയായി ജീവിച്ച മഹദിയാണ് അവർ. ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വംശപരമ്പരയിലാണ് മറിയം ബീവി ഉള്ളത് എന്നാണ് പൊതുവെ തഫ്സീറിലൊക്കെ പറഞ്ഞു കാണുന്നത്. ഇസ്രായേലിൽപ്പെട്ടതാണ്, ദാവൂദ് നബിയുടെ വംശപരമ്പരയിൽപ്പെട്ടവരാണ്. അവരെ കുടുംബം തന്നെ പ്രവാചക കുടുംബമാണ്. അവരും തന്നെ ആ രംഗത്ത് വളരെ വിശുദ്ധയായി ജീവിച്ചവരുമാണ്. ഇമ്രാൻ്റെ മകൾ ആയിട്ട് ഖുർആൻ പരിചയപ്പെടുത്തി. ആര് ഇമ്രാൻ എന്നുള്ളതാണല്ലോ ഇമ്രാൻ്റെ കുടുംബം. ഇമ്രാൻ മറിയം ബീവിയുടെ വാപ്പയാണ്. ഇത് കാലത്ത് ഇമ്രാത്തു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി എന്ന പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തി. ഇമ്രാനിൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ എൻ്റെ ഗർഭത്തിലുള്ള കുട്ടിയെ നീ സ്വീകരിക്കണേ, ആ കുട്ടിയെ ഞാനിതാ എനിക്ക് വേണ്ടി നേർച്ചയാക്കി വെക്കുന്നു എന്ന് പറഞ്ഞ് അവർ നേർച്ച നേർന്നത് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നു. മക്കളെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ചയാക്കുന്നത്. അന്ന് ബൈത്തുൽ മുഖദ്ദസ് അവർ ഖിബലയായി സ്വീകരിച്ചിട്ടുണ്ട്. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മക്കളെ നേർച്ച നേടുക, അതിൻ്റെ പരിപാലനം, അതിൻ്റെ സേവനങ്ങൾക്ക് വേണ്ടി മക്കളെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ചയാക്കുന്ന സമ്പ്രദായം അന്ന് അവർക്ക് പതിവുണ്ട്. അതാണ് ഇമ്രാൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചത് ഗർഭമുണ്ടായപ്പോൾ, റബ്ബേ എൻ്റെ ഗർഭസ്ഥ ശിശുവിനെ ഞാനിതാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ചയാക്കി വെക്കുന്നു, അതുകൊണ്ട് നീ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ പ്രസവിച്ചപ്പോൾ പെൺകുഞ്ഞാണ്, ആൺകുട്ടിയല്ല. ആണാകുമെന്ന പ്രതീക്ഷയിലാണ് അങ്ങനെ നേർച്ച നേർന്നത്. പക്ഷെ പ്രസവിച്ചു നോക്കുമ്പോൾ പെൺകുട്ടിയാണ്. ഫലമ്മ വലഅത്ഹാ ഖാലത് ഇന്നി വലഅതുഹാ ഉൻസ വലൈസ ദക്കറു കൽ ഉൻസ. പ്രസവിച്ചപ്പോൾ അവർ പറഞ്ഞു, അബ്ബേ ഞാൻ പ്രസവിച്ചത് പെണ്ണാണല്ലോ, ആണും പെണ്ണും ഒരിക്കലും തുല്യമാവുകയില്ല
ഏതായാലും ആ നേർച്ച അവർ പൂർത്തിയാക്കുന്നു. അങ്ങനെ കഫലഹ സക്കരിയ, സക്കരിയ ഇസ്ലാം മറിയം ബീവിയുടെ ഉമ്മയുടെ സഹോദരി ഭർത്താവാണ് എന്നാണ് തഫ്സീറൊക്കെ പൊതുവെ കാണുന്നത്. മറിയം ബീവിയുടെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിയുടെ അല്ലെങ്കിൽ അനിയത്തിയുടെ ഭർത്താവാണ് സക്കരിയ ഇസ്ലാം. ഇനി അതെല്ലാം മറിയം ബീവിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവാണ് എന്നും ചില അഭിപ്രായങ്ങൾ പറഞ്ഞു കാണുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് അല്ലെങ്കിൽ എളാമാൻ്റെ അല്ലെങ്കിൽ മുത്തമ്മാൻ്റെ ഭർത്താവ്, അവരാണ് അന്ന് ബൈത്തുൽ മുഖദ്ദസിനെ മൊത്തം കൈകാര്യം ചെയ്യുന്നവർ. അപ്പോൾ അവരെ കൊണ്ടുപോയി ഇമ്രാൻ ഏൽപ്പിക്കുന്നു. അങ്ങനെ സക്കരിയ നബിയുടെ ശിക്ഷണത്തിൽ കൂടിയാണ് ബൈത്തുൽ മുഖദ്ദസിൽ മറിയം എന്ന കുട്ടി വളരുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നന്മക്കുള്ള സാഹചര്യങ്ങൾ മാത്രമാണ് ആ കുടുംബത്തിലും ചുറ്റുപാടിലുമെല്ലാം അവർക്കുള്ളത്. അപ്പോൾ അവിടെ വളർന്ന മറിയം വളർന്നു വലുതായി പ്രായമായി അവർ ഒരു മുതിർന്ന സ്ത്രീയായി മാറിയപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് അള്ളാഹു ഇവിടെ പ്രതിപാദിക്കുന്നത്. ആലി ഇമ്രാനിൽ മറിയമിന് ജനനം മുതൽ പറഞ്ഞു. മറിയം ഗർഭത്തിൽ രൂപപ്പെട്ടു വന്ന അവിടെ മുതലുള്ള കാര്യങ്ങൾ സൂറത്ത് ആലി ഇമ്രാനിൽ പറഞ്ഞു. ഇവിടെ മറിയം ബീവി വളർന്ന് വലുതായി ലക്ഷണമൊത്ത സ്ത്രീയായതിനു ശേഷമുണ്ടായ സംഭവം, ഈസാ നബിയുടെ ജന്മം, അതുമായി ബന്ധപ്പെട്ടതാണ് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. അതാണ് കിതാബ്, കിതാബിൽ വേദഗ്രന്ഥത്തിൽ നീ സ്മരിക്കുക, ഓർക്കുക, മറിയമേ നീ ഓർക്കുക. ഏതാണ് ഓർക്കേണ്ട രംഗം? മിൻ അഹ്ലിഹാ മക്കാനൻ ശർഖിയ്യ. ഇത് ആ സന്ദർഭം ഓർക്കുക, ആ രംഗം ഓർക്കുക. ഏത് രംഗം? ഇൻതബറത് മിൻ അഹ്ലിഹാ, അവളുടെ ആളുകളിൽ നിന്ന്, തൻ്റെ ആളുകളിൽ നിന്ന്, തൻ്റെ കുടുംബത്തിൽ നിന്ന് അവർ അകന്നു നിന്ന, മാറി നിന്ന ആ സന്ദർഭം ഓർക്കുക. ഇത് ഇൻതബറത്, ഇൻതബറ എന്ന് പറഞ്ഞാൽ അകന്നു നിന്നതാണ്. ഇൻതബറ അകന്നു നിന്നു, മാറി നിന്നു, കൈയൊഴിഞ്ഞു എന്നൊക്കെ അർത്ഥമുണ്ട്. ഇൻതബറ അകന്നു നിന്നു അല്ലെങ്കിൽ മാറി നിന്നു, കൈവിട്ടു, കൈയൊഴിഞ്ഞു എന്നൊക്കെ അർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പദമാണ് ഇൻതബറ. ഫനബദൂഹു വറാഅ ളുഹൂരിഹിം, വേദഗ്രന്ഥം കൈയൊഴിഞ്ഞ മനുഷ്യന്മാരെ പറ്റി പറഞ്ഞപ്പോൾ ഫനബദൂഹു, അവരതിനെ കൈയൊഴിഞ്ഞു പോയി, വറാഅ ളുഹൂരിഹിം, അവരുടെ പിറകുവശത്തേക്ക് അവർ അതിനെ ഒഴിവാക്കി വിട്ടു എന്ന് പറയാൻ ഫനബദൂഹു എന്ന പദമാണ് നബദ. ഇൻതബറയുമായി ബന്ധമുള്ള പദമാണ് നബദ. ഫൻതബദത്, അവർ അകന്നു നിന്ന, മാറി നിന്ന ആ സന്ദർഭം ഓർക്കണം. മിൻ അഹ്ലിഹ, അവളുടെ അഹ്ലിൽ നിന്ന്, അവരുടെ ആളുകളിൽ നിന്ന്, അവരുടെ കുടുംബത്തിൽ നിന്ന് എന്നൊക്കെ പറയാം. അവർ താമസിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിലാണ്. ബൈത്തുൽ മുഖദ്ദസിൽ പ്രത്യേകമായ ഒരു ഇടം മിഹ്റാബിൻ്റെ ഭാഗത്തായിക്കൊണ്ട് അവർക്ക് പ്രത്യേകം തയ്യാറാക്കിയ ഇടത്തിലാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ബൈത്തുൽ മുഖദ്ദസ് ആളുകളിലൊക്കെ അകന്നു നിന്ന് അവർ കുറച്ചുകൂടെ ഒറ്റപ്പെട്ട ഭാഗത്തേക്ക് മാറി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇൻതബറത് മിൻ അഹ്ലിഹ, അവരുടെ ആളുകളിൽ നിന്ന് അവർ അകന്നു നിന്ന ആ സന്ദർഭം ഓർക്കുക. മക്കാനൻ ശർഖിയ്യ, എങ്ങോട്ട് മാറി? മക്കാനൻ, ഒരു സ്ഥലത്തേക്ക്. ശർഖിയ്യ, കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്ക്. ഷർക്ക് കിഴക്ക്, മശ്രിഖ്, മഗ്രിബ് സാധാരണ കേൾക്കുന്ന പദമാണ്. ഷർക്ക് കിഴക്ക്, സൂര്യൻ ഉദിക്കുന്ന ഇടം എന്നർത്ഥ ഷർക്ക് എന്ന് പറയുന്നത് സുക്കൂനാണ്. ഷർക്ക്. ഉദയസ്ഥാനം എന്ന് വേണ്ടി പറയാം, അല്ലെങ്കിൽ കിഴക്ക് എന്ന് പറയാം. ഷർക്ക് കിഴക്ക്. റായിന് ഫത്തഹ് പറഞ്ഞാൽ ഷറക്ക് എന്നുപയോഗിച്ചാൽ സൂര്യൻ എന്നർത്ഥം. ഷർക്ക് കിഴക്ക്, റായിന് സുക്കൂനാണ്. റായിന് ഫത്തഹ് ചെയ്താൽ ഷറഖ്, ഉദിച്ചു വരുന്നത് എന്നർത്ഥത്തിൽ സൂര്യന് ഷറഖ് എന്ന് പറയാറുണ്ട്. മശ്രിഖ് എന്ന് പറഞ്ഞാൽ ഉദയസ്ഥാനം. മശ്രിഖ്, ഉദയസ്ഥാനം. മക്കാനൻ ഷർഖിയ്യ, ഷർഖി കിഴക്കു ഭാഗത്തുള്ള എന്നാണ് നേരർത്ഥം വരിക. മക്കാനൻ ഷർഖിയ്യ, അപ്പൊ കിഴക്കേ ഭാഗത്തുള്ള സ്ഥലത്തേക്ക് അവർ മാറി നിന്ന ആ രംഗം ഓർക്കുക. അപ്പൊ ബൈത്തുൽ മുഖദ്ദസിന്റെ
കിഴക്ക് വശത്തേക്ക് അവർ പ്രത്യേകമായി ഒരു ഇടം കണ്ടെത്തി ആ സ്ഥലത്തേക്ക് അവർ മാറി നിന്നു. ബൈത്തുൽ മുഖദ്ദസിൽ ജീവിക്കുന്ന അവിടെ വളരുന്ന മറിയം വളർന്നു വലുതായി ലക്ഷണമൊത്ത മുതിർന്ന സ്ത്രീയായി മാറി. അതിനിടയിൽ അവർ ആ പള്ളിയിൽ നിന്ന് തന്നെ കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്ക് പ്രത്യേകമായി എല്ലാവരിൽ നിന്നും മാറി അവർ ഒറ്റപ്പെട്ട് ഒരു പ്രത്യേകമായ ഒരു ഹൈമയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് അവർ അതിലേക്ക് മാറിയ ആ സന്ദർഭം ഓർക്കുക. അപ്പം എന്തിനാണ് മാറിയത്? അല്ലാഹു അഅലം. അതല്ല പറഞ്ഞിട്ടില്ല. എന്തിനങ്ങനെ മാറുന്നത് പറഞ്ഞിട്ടില്ല. തഫ്സീറിലെ പല അഭിപ്രായങ്ങൾ കാണാം. ഒരു പക്ഷേ ഇബാദത്തിന് വേണ്ടി മാത്രം മാറി നിന്നതാണ്, എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വന്തമായി ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി മാറിയതാണ്. ഇനി അതെല്ലാം അവർക്ക് ആർത്തവമുണ്ടായി എന്നും അപ്പോൾ ആർത്തവ സമയത്ത് ശുദ്ധിയാകുന്നത് വരെ അവരെങ്ങനെ മാറി നിന്നതാണ് എന്നും മക്കളെ അഭിപ്രായങ്ങൾ തഫ്സീർ ഇബ്നു കസീറും തഫ്സീർ ഖുർത്തുബിയൊക്കെ ആ ചർച്ചകൾ കാണുന്നുണ്ട്. അല്ലാഹു വഴി നമുക്കത് തീർത്ത് ഇന്നതാണെന്ന് പറയാനൊന്നും കഴിയില്ല. അല്ലാഹു റസൂൽ പറഞ്ഞാൽ പറയാമെന്നല്ലാതെ മറ്റത് എത്രയോ നൂറ്റാണ്ട് മുമ്പ് നടന്ന സംഭവം അത് അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്ന് നിഗമനങ്ങൾ പറയുക എന്നതല്ലാതെ ഇന്നത് കൊണ്ടാണ് എന്ന് കൃത്യമായി പറയാൻ നമുക്ക് എന്നാലും കഴിയുകയില്ല. അവിടെ ആളുകളിൽ നിന്ന് കിഴക്കു ഭാഗത്തേക്കുള്ള ഒരു സ്ഥലത്തേക്ക് അവർ മാറി നിന്ന ആ സന്ദർഭം നബിയെ താങ്കൾ ഓർക്കണം. അന്ന് കിഴക്ക് ഭാഗമാണ് അവർക്ക് ഖിബില. അതുകൊണ്ട് അവർക്ക് പ്രത്യേകമായി ബഹുമാനിക്കുന്ന സ്ഥലം കൂടിയായിരുന്നു കിഴക്ക്. ഈസാ നബിയുടെ ജനനമുണ്ടായാലും ഈ പറയപ്പെട്ട മക്കാനൻ ശർഖിയ്യ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചാണ് അവർ പിന്നീട് പ്രസവിക്കുന്നതൊക്കെ. അവിടെ ഈസാ നബിയുടെ ജന്മ ദിശ എന്ന നിലക്കും ആ ദിശയെ അവർ ആദരിച്ചു പോന്നിരുന്നു എന്ന് കാണാൻ കഴിയും. പിന്നീട് ഹിജാബ, അങ്ങനെ അവരൊരു മക്കാൻ ഷർഖിയിലേക്ക് മാറിയത് മാത്രമല്ല അവർ സ്വീകരിച്ചു. ഇത്തഖല ഒരുപാട് മാസം പഠിച്ചു പോയ പദമാണ്. ഇത്തഖല സ്വീകരിച്ചു, ഇത്തഖലത്ത് അവൾ സ്വീകരിച്ചു, ഫത്തഖലത്ത് അങ്ങനെ അപ്പോൾ അവർ സ്വീകരിച്ചു, മിൻ ദൂനിഹിം അവർക്ക് പുറമെ അവരെ പുറത്ത് അവർ സ്വീകരിച്ചു, ഹിജാബൻ ഒരു മറ അവർ സ്വീകരിച്ചു. ഹിജാബ് മറ അറിയാലോ, പരിചയമുള്ള വാക്കാണ്, ധാരാളമായി ചർച്ച ചെയ്യപ്പെടുന്ന പദം കൂടിയാണ് ഹിജാബ്. അത് അറബി വാക്കാണ്. അപ്പം അവർക്കപ്പുറത്തേക്ക് ഒരു മറ അവർ സ്വീകരിച്ചു. അപ്പോൾ മറ്റുള്ള ആളുകളുമായി ഇടകലരാതെ പള്ളിയിൽ വരുന്ന ബൈത്തുൽ മുഖദ്ദസിൽ വരുന്ന ആളുകളുമായി ഒന്നും അവസരമില്ലാതെ അവിടെ നിന്നൊക്കെ മാറി കിഴക്കു ഭാഗത്തേക്ക് പോയി ആളുകളിൽ നിന്ന് അകന്നുകൊണ്ട് ഒരു പ്രത്യേകമായ മറ അവർ സ്വീകരിച്ചു. മിൻ ദൂനിഹിം ഹിജാബ അവർ മറക്കപ്പുറത്തായി അവിടെ താമസം നടത്തും. ആ മറ എങ്ങനെയും ആവാം, ഒരു ടെൻറ്റ് കെട്ടിയതാവാം, മറ്റെന്തെങ്കിലും സംവിധാനം ഒരുക്കിയതാവാം. ഏതായിരുന്നാലും ജനങ്ങളുമായി ഇടകലരാതെ അവർക്ക് മാത്രമായി ഒഴിഞ്ഞിരിക്കാൻ പറ്റാവുന്ന ഒരു മറ അവർ സ്വീകരിച്ചു. ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫഅർസൽനാ അങ്ങനെ നാം അയച്ചു. ഫഅർസൽനാ നാം അയച്ചു, ദൂതനായി അയച്ചു. അർസല റസൂലായി പറഞ്ഞേക്കാം. റസൂൽ എന്നാൽ ദൂതൻ എന്നാണ്. സന്ദേശവുമായി പറഞ്ഞേക്കുന്ന ആൾക്ക് റസൂൽ എന്ന് പറയാം. അപ്പോൾ ഒരാളെ പറഞ്ഞയച്ചു, പോയിട്ട് ഇന്ന കാര്യം പറയണം, ഇന്നത് കൊടുക്കണം, ഈ വസ്തുവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞയച്ചാൽ അയാൾക്ക് റസൂൽ എന്ന് പറയാം. ഞാൻ ഇന്ന ആളുടെ റസൂലാണ് എന്ന് പറയാം. അവിടെ ചെന്നിട്ട് ഞാൻ റസൂൽ. അപ്പം നബിയങ്ങൾ പലപ്പോഴും സഹാബികളെ പറഞ്ഞേക്കലുണ്ട്. അവരൊക്കെ അവിടെ ചെന്ന് പറയില്ല അന റസൂലില്ല എന്നാ. അന റസൂലില്ല, അള്ളാഹുവിന്റെ റസൂൽ അയച്ച റസൂലാകുന്നു ഞാൻ, റസൂലിന്റെ റസൂലാണ് ഞാൻ. കാരണം റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ, സന്ദേശ വാഹകൻ എന്നർത്ഥം. അപ്പം നമ്മളങ്ങനെ ഒരാളെ പറഞ്ഞയക്കുമ്പോൾ അയാൾക്ക് പറയാം ഞാൻ ഇന്ന ആളുടെ റസൂലാണ്, അയാളാൽ അയക്കപ്പെട്ട ആളാണ് എന്നർത്ഥം. അപ്പം അതാണ് അർസല, അയച്ചു എന്ന് പറഞ്ഞാൽ സന്ദേശവുമായി ദൂതുമായി ദൗത്യവുമായി ഒക്കെ അയക്കപ്പെടുന്ന ആൾക്കാണ് റസൂൽ. അതാണ് പോസ്റ്റ്മാഷിക്ക് റസൂലല്ല, അത് സന്ദേശവുമായി പറഞ്ഞേക്കുക എന്നേക്കാളേറെ അത് വസ്തു കൊടുത്തേക്കാണ്. മറ്റേ നമുക്ക് പറയാനുള്ള ആശയം പറയാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കണം. നമുക്ക് ഒരാളുടെ പറയാനുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ പറയും, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇവിടെ പോയി പറയും എന്ന് പറഞ്ഞാൽ
റസൂൽ എന്ന് പറയുന്നത് സന്ദേശവുമായി നമ്മുടെ സന്ദേശം വഹിച്ചുകൊണ്ട് പോവുക. മറ്റൊരു വസ്തു നമ്മളടുത്ത് കൊടുത്തു വിടുകയാണ്. അപ്പം അള്ളാഹു റസൂൽ പറയുമ്പോൾ ഇതേ അർത്ഥമാണ്. അള്ളാഹു തആല സന്ദേശവുമായി നിയോഗിച്ചു. അള്ളാഹ് പറഞ്ഞ സന്ദേശം ഇവിടെ കൊണ്ട് എത്തിക്കാനാണ് നബി തങ്ങൾ നിയോഗിക്കപ്പെട്ടത്. അല്ലാഹു റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്നത്. അപ്പം അർസല അയച്ചു. പിന്നെ കത്തയക്കുന്നതിന് അർസല എന്ന് പറയും. റിസാലത്ത് കത്തയച്ചു എന്ന അർത്ഥത്തിൽ അർസല, ഒരു കത്തയച്ചു എന്നതിന് അർസല എന്ന് ഉപയോഗിക്കാറുണ്ട്. റിസാല കത്ത്, റിസാല കത്ത് അല്ലെങ്കിൽ ആധുനിക അറബിൽ മെസ്സേജ്. ഇപ്പോൾ ഫോണിലും ഇതിലൊക്കെ മെസ്സേജിന് അറബിൽ റിസാല എന്നാണ് പറയുക. മെസ്സേജ്, റസായിൽ, മെസ്സേജുകൾ. ഇമാം ഷാഫിയുടെ റിസാല ഒരു കിതാബാണ്. ഉസൂൽ ഫിഖ്ഹിലെയും ഉസൂൽ ഹദീസിലെയും ഈ ഉമ്മത്തിലെ ചരിത്രത്തിലെ ആദ്യത്തെ കിതാബ് ഇമാം ഷാഫിയുടെ കിതാബാണ്. ആ വിഷയത്തിൽ ആദ്യമായി കിതാബ് എഴുതിയത് ഇമാം ഷാഫിയാണ്. അതിന് അദ്ദേഹം പേരിട്ടത് റിസാല എന്നാണ്. കാരണം ഇമാം ഷാഫി യഥാർത്ഥത്തിൽ കിതാബ് എഴുതിയതല്ല, അദ്ദേഹത്തിന് ഒരാൾ ഒരു കത്തയച്ചതാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന സംഗതികളെപ്പറ്റി കൃത്യമായി അറിയാൻ പറ്റാവുന്ന, എന്നാൽ വളരെ വിശദീകരിച്ചിട്ടില്ലാത്ത, എന്നാൽ ആവശ്യമായി ഒന്നും വിട്ടുപോയിട്ടില്ലാത്ത രൂപത്തിൽ താങ്കൾ എനിക്കൊരു ഒരു വിശദീകരണം തരണം എന്ന് പറഞ്ഞ് ഇമാം ഷാഫിക്ക് അദ്ദേഹം സുഹൃത്ത് ഒരു കത്തയച്ചു. ആ കത്തിന് ഇമാം ഷാഫി മറുപടി അയച്ചു. ആ മറുപടിയാണ് ഈ കിതാബ്. അപ്പം കിതാബ് എഴുതിയതല്ല, സുഹൃത്തിൻ്റെ കത്തിന് മറുപടി എഴുതിയതാണ്. അപ്പം മറുപടി എഴുതിയപ്പോൾ ഒരു 10-200 പേജായി. അദ്ദേഹം പറഞ്ഞൊക്കെ പടം എഴുതണമെങ്കിൽ അത്ര ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് കിതാബ് കിട്ടി. അദ്ദേഹം അങ്ങനെ അയച്ചതുകൊണ്ട് നമുക്കൊരു കിതാബ് കിട്ടി. അതുകൊണ്ടാണ് റിസാല എന്ന് പേരിട്ടത്. ഇതൊരു കത്താണ്. ആ ചോദ്യകർത്താവിന് അയാൾ ചോദിച്ച എല്ലാത്തിനും കൃത്യമായി മറുപടി കിട്ടുന്ന രൂപത്തിൽ ഇമാം ഷാഫി എഴുതി അയച്ചതാണ് റിസാല എന്ന ഗ്രന്ഥം. ചരിത്രത്തിലെ ഒന്നാമത്തെ ഉസൂൽ ഫിഖ്ഹിൻ്റെ കിതാബാണ് റിസാല. കർമ്മശാസ്ത്ര നിദാനശാസ്ത്രം, ഉസൂൽ ഫിഖ്ഹ്. ആ ഒരു വിജ്ഞാന മേഖലയെ സ്വതന്ത്രമായ വിജ്ഞാന മേഖലയാക്കി മാറ്റിയത് ഇമാം ഷാഫിയാണ്. അദ്ദേഹമാണ് ആ രംഗത്തെ ഒന്നാമത്തെ ഗ്രന്ഥം രചിക്കുന്നതും. അതാണ് റിസാല എന്ന ഗ്രന്ഥം. ഇന്നും അത് അങ്ങേയറ്റം പ്രസിദ്ധമാണ്. ദീനിൻ്റെ എല്ലാ അസ്തുകളെയും അതിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ഇമാം ഷാഫിയുടെ ശിഷ്യം പറയുന്നുണ്ട്, ഞാൻ കിതാബ് റിസാല 500 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. 500ാമത്തെ വായനയിലും എനിക്കതിൽ നിന്ന് പുതിയ അറിവുകൾ കിട്ടിയതാണ്. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും പുതിയ പുതിയ അറിവുകൾ അതിൽ നിന്ന് കിട്ടുന്നു. 500 വട്ടം അത് ഞാൻ വായിച്ചു. 500ാമത്തെ വായനയിലും അതിൽ നിന്ന് എനിക്ക് പുതിയ വിജ്ഞാനങ്ങൾ ലഭിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ഉമ്മ ഫിഖ് കർമ്മങ്ങളാണ്. ഉമ്മ അഖീദ പ്രത്യേക കിതാബ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ഗ്രന്ഥങ്ങൾ പലയിടത്തും പറ്റി പ്രതിപാദിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അഖീദയിൽ മാത്രമായി കിതാബ് അദ്ദേഹം എഴുതിയിട്ടില്ല. പിന്നീട് വന്നവർ ക്രോഡീകരിച്ചിട്ടുണ്ട്. അഖീദത്തുൽ ഇമാം ഷാഫിഈ, ഇമാം ഷാഫിയുടെ അഖീദ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫിയുടെ കിതാബുകളിൽ പലപ്പോഴായി അദ്ദേഹം പ്രതിപാദിച്ചു പോയ കാര്യങ്ങൾ, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മാത്രം അതിൽ നിന്നൊക്കെ പിന്നെ എടുത്ത് അത് ജമ്മ ചെയ്തുകൊണ്ട് അഖീദത്തുൽ ഇമാം ഷാഫിഈ എന്ന പേരിൽ പിൽക്കാലക്കാർ പിന്നീട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അത് ഇമാം ഷാഫിൻ്റെ മാത്രമല്ല 4 ഇമാമിങ്ങളുടെയും അഖീദയെ പ്രതിപാദിച്ചുകൊണ്ട് അങ്ങനെ ഗ്രന്ഥങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. എന്നാൽ അബൂ ഹനീഫ ഇമാം അഖീദയിൽ മാത്രം കിതാബ് എഴുതിയിട്ടുണ്ട്. ഇമാം അഹ്മദ് അഖീദയിൽ മാത്രം കിതാബ് എഴുതിയിട്ടുണ്ട്. ഫത്തഖൽതു മിൻ ദൂനിഹിം ഹിജാബ ഫഅർസൽനാ ഇലൈഹാ ഫഅർസൽനാ, അപ്പോൾ നാം അയച്ചു, ദൂതനായി നിയോഗിച്ചു, ഇലൈഹാ അവരിലേക്ക്, മറിയമിലേക്ക് നാം അയച്ചു, റൂഹന നമ്മുടെ റൂഹിനെ, നമ്മുടെ പക്കൽ റൂഹിനെ നാം അയച്ചു. റൂഹ് എന്നതുകൊണ്ട് പ്രഥമ ഉദ്ദേശമായി തഫ്സീറിൽ എല്ലാവരും ഒന്നാം അഭിപ്രായം പറഞ്ഞത് ജിബ്രീൽ ഇസ്ലാം എന്നാണ്. ഖുർആനിലെ പല സ്ഥലത്ത് ജിബ്രീലിനെ പറ്റി റൂഹ് എന്ന പ്രയോഗം ഉണ്ട്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ തുടങ്ങിയ പ്രയോഗങ്ങൾ ധാരാളമായി ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ജിബ്രീലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് റൂഹ് എന്ന് പറയുന്നത്. അപ്പോൾ റൂഹന നമ്മുടെ റൂഹ് എന്ന് പറഞ്ഞത് ഒരു ആദരവിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു സംഗതിയെ ആദരിച്ച് പറയുമ്പോൾ ചേർത്തി പറയുക എന്നത് അറബിയിലെ ശൈലിയാണ്. പള്ളിയെ പറ്റി ബൈത്തുള്ള, അള്ളാഹുവിൻ്റെ വീട് എന്ന് പറയും. അള്ളാഹുവിൻ്റെ വീട് അതെന്താണ് ഒരു സവിശേഷമാക്കാൻ വേണ്ടി ചേർത്തി പറയുന്നത്, അല്ലാതെ അള്ളാഹ് താമസിക്കുന്ന വീട് അത്രയല്ല. അള്ളാഹിൻ്റെ വീട്, അള്ളാഹിൻ്റെ റസൂല്,
അള്ളാഹിൻ്റെ ഒട്ടകം എന്നൊക്കെ ഖുർആൻ പ്രയോഗമുണ്ട്. നാഖത്തുള്ള സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഒട്ടകം എന്നാണ് അവിടെ പ്രയോഗിച്ചത്. അതേപോലെ റസൂലുള്ള, അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിലേക്ക് സംഗതിയെ ചേർത്തിപ്പറഞ്ഞാൽ അത് അത്രമാത്രം മഹത്വമുള്ളതാണ് എന്നതിനെയാണ് അറിയിക്കുന്നത്. ആ നിലക്കാണ് ഇവിടെ റൂഹന, നമ്മുടെ റൂഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞയച്ചതാണ് ജിബ്രീലിനെ, അള്ളാഹുവാണ് സന്ദേശവുമായി നിയോഗിച്ചത്. ആ അർത്ഥത്തിൽ ജിബ്രീലിൻ്റെ മഹത്വം കുറിച്ചുകൊണ്ടാണ് നമ്മുടെ റൂഹ് എന്ന് പറഞ്ഞത്. തഫ്സീറൊക്കെ പൊതുവെ ഇതിൻ്റെ വ്യാഖ്യാനമായി സ്വീകരിച്ചു പോകുന്നത് ഇവിടുത്തെ റൂഹ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ജിബ്രീലാണ് എന്നാണ്. എന്നാൽ ചില തഫ്സീറൊക്കെ രണ്ടാമത് അഭിപ്രായം പറഞ്ഞു കാണുന്നു, അത് ഈസാ നബിയുടെ റൂഹ് തന്നെയാണ് എന്ന് ഒരു അഭിപ്രായം ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈസാ നബിയുടെ റൂഹ് നേരത്തെ ഉണ്ടല്ലോ, അപ്പോൾ ഈസാ നബിയുടെ റൂഹ് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയുന്നു. പക്ഷേ അതത്ര പ്രബലമായൊരു അഭിപ്രായമല്ല. കാരണം ശേഷം ഫതമസ്സലഹ ബശറൻ സബിയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ ന്യായമില്ല. ഇമാം ഖുർത്തുബിയൊക്കെ ഒന്നാമത്തെ അഭിപ്രായമായിട്ട് അതാണ് എടുത്തു പറഞ്ഞത്. രണ്ടാമത്തേതാണ് ജിബ്രീലായിട്ട് പറഞ്ഞത്. എന്നാൽ ഇബ്നു കസീർ റഹിമഹുള്ളാഹ് ഒന്നാമത്തെ അഭിപ്രായവും പ്രബലമായ അഭിപ്രായമായി എടുത്തു പറഞ്ഞത് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ റൂഹ് എന്ന അഭിപ്രായമാണ്. വല്ലാഹു അഅലം. ഫഅർസൽനാ ഇലൈഹാ റൂഹനാ, അവരിലേക്ക് നമ്മുടെ റൂഹിനെ നാം അയച്ചു. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ, ഫതമസ്സല ലഹാ, അങ്ങനെ അവർക്ക് മുമ്പിൽ അത് പ്രത്യക്ഷപ്പെട്ടു. തമസ്സല, രൂപം പ്രാപിച്ചു. തമസ്സല, മസല് ഒരു രൂപം എന്നൊക്കെ പറയാം. തമസ്സല ലഹ, അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ബശറൻ സവിയ്യാ, ബശറൻ മനുഷ്യനായിക്കൊണ്ട്, സവിയ്യ ശരിയായ ലക്ഷണമൊത്ത പൂർണ്ണമായ മനുഷ്യൻ. തൊട്ടുമുമ്പ് പഠിച്ചപ്പോൾ സവിയ്യ ഇവിടെ 3 ദിവസം മിണ്ടുലാറില്ലേ, എനിക്ക് ദൃഷ്ടാന്തം വേണം കരീം ഇസ്ലാം പറഞ്ഞപ്പോൾ എനിക്ക് ആയത്ത് നിന്നു. അല്ലാത്ത കല്ലിമല്ലാസലയാലിൻ സവിയ്യ, അവിടെ നമ്മൾ വിശദീകരിച്ചു. സവിയ്യ അസുഖം കാരണമായിട്ടല്ല, ഒരു അഴിവ് കൊണ്ടല്ല, ഒരു പ്രയാസവുമില്ലാതെ ഒരു പോരായ്മയുമില്ലാതെ തന്നെ മിണ്ടാൻ കഴിയാതിരിക്കുക എന്നതാണ് അവിടെ പറഞ്ഞ സവിയ്യ. ഇവിടെ ബശറൻ സവിയ്യ, ഒരു പൂർണ്ണനായ മനുഷ്യനായിക്കൊണ്ട് അവർക്ക് മുമ്പിൽ ആ റസൂൽ, ആ റൂഹ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. തമസ്സല ലഹ ബശറൻ സവിയ്യ, തമസ്സല പ്രത്യക്ഷപ്പെട്ടു, രൂപം പ്രാപിച്ചു. ലഹ അവർക്ക്, ബശറൻ മനുഷ്യനായി, സവിയ്യ ലക്ഷണമൊത്ത സമ്പൂർണമായ ഒരു മനുഷ്യനായി ആ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രത്യക്ഷപ്പെട്ടു. കാരണം ജിബ്രീൽ സാക്ഷാൽ രൂപത്തിൽ വന്നാൽ മറിയം ബീവിക്ക് കാണാൻ കഴിയില്ല. ജിബ്രീൽ രൂപത്തിൽ വന്നാൽ മനുഷ്യന് കാണാൻ കഴിയുകയില്ല. അപ്പോൾ മനുഷ്യന് കാണണമെങ്കിൽ മനുഷ്യരൂപമോ അല്ലെങ്കിൽ ഇതര രൂപങ്ങളോ സ്വീകരിച്ചുകൊണ്ട് വരണം. മലക്കൾക്ക് ഏത് രൂപങ്ങളും സ്വീകരിക്കാൻ പറ്റും. അങ്ങനെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പം നബിൻ്റെ മുമ്പിലും വന്നിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ. ഈമാനും ഇഹ്സാനും ഇസ്ലാമും ചോദിച്ചറിഞ്ഞ ആ സംഭവം ഉമർ ഖത്താബ് പറഞ്ഞല്ലോ. നല്ല സുന്ദരനായ ഒരാൾ കടന്നു വന്നു, വെള്ള വസ്ത്രം ധരിച്ച ശക്തമായ കറുത്ത മുടിയുള്ള ഒരാൾ കയറി വന്നു. യാത്രാക്ഷീണം അയാളിൽ കാണുന്നില്ല, ഞങ്ങൾക്കാർക്കും അയാളോട്ട് പരിചയവുമില്ല. അഥവാ ഈ നാട്ടുകാരനാണെങ്കിൽ ഞങ്ങൾക്ക് പരിചയം ഉണ്ടാവണം. ഒരു അന്യ നാട്ടിൽ നിന്ന് വന്നതാണെങ്കിൽ യാത്ര ചെയ്ത് ക്ഷീണിച്ച ഒരു യാത്രാക്ഷീണം അയാളിൽ കാണണം, അതൊട്ട് കാണുന്നുമില്ല. അങ്ങനെ അയാൾ വന്നു, നേരെ നബിയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് സലാം പറഞ്ഞു. നബിയുടെ കാലിന്മേൽ തന്നെ കൈകളിങ്ങനെ വെച്ചു. എന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു, ഉത്തരം പറഞ്ഞു. ഉത്തരം കേട്ടപ്പോൾ സ്വതക്കത്ത, നീ പറഞ്ഞ ഉത്തരം ശരിയാണ് എന്ന് ഇയാൾ പറയുന്നു. അപ്പം ഞങ്ങൾ അത്ഭുതപ്പെട്ടു. അയാൾ ചോദിക്കുന്നു, അയാളിനെ ശരിവെക്കുന്നു. അപ്പം ഇയാൾക്ക് എന്താ ഈ ഉത്തരക്ക് ആദ്യം മരണ പോലെ ഉണ്ടല്ലോ. നബിനോട് ചോദിക്കുക, നബി മറുപടി വരുമ്പോൾ മറുപടി ശരിയാണ് എന്ന് പറഞ്ഞെങ്കിൽ ഈ മറുപടി ആദ്യം അറിയുന്ന ഒരാളെപ്പോലെയാണ് ഇയാൾ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇയാൾ പിരിഞ്ഞു പോയി. നബി ഞങ്ങളോട് പറഞ്ഞു, ഇത് ജിബ്രീലാണ്, അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാകുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഹദീസ് ജിബ്രീൽ എന്ന പേര് അറിയപ്പെട്ട ഹദീസാണത്. അപ്പോൾ അവിടെയും ഒരു മനുഷ്യരൂപത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ഇബ്നു ദിഹിയത്തുൽ കൽബിയുടെ രൂപത്തിലാണ് പലപ്പോഴും മനുഷ്യരൂപത്തിൽ വരുമ്പോൾ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരാറുള്ളത് എന്ന ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബശറൻ സവിയ്യ, സമ്പൂർണനായ പരിപൂർണനായ ഒരു മനുഷ്യനായി ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പം മറിയം കാണുന്നത് ഒരു മനുഷ്യൻ കയറി വരുന്നതാണ്. ഇത് ജിബ്രീലാണെന്നോ മറ്റത് അവർക്കറിയില്ല.
കുറച്ചും കൂടെ ഇബാദത്തിലേക്ക് മുഴുകാൻ വേണ്ടി എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി കിഴക്ക് ഭാഗത്ത് ഒരു മറ സ്വീകരിച്ചുകൊണ്ട് അവരവിടെ ഫന്തബലത്ത് എല്ലാത്തിനും മുട്ടകന്ന് ഒഴിഞ്ഞു മാറി അവരവിടെ കഴിഞ്ഞുകൂടുകയാണ്. ആ സ്ഥലത്തേക്കാണ് അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ ഒരു മക്കാൻ ശർഖിയ്യ, ആ ഹിജാബിനുള്ളിലേക്കാണ് ഒരു ലക്ഷണമൊത്ത മനുഷ്യൻ അതിനുള്ളിൽ കടന്നു വരുന്നു, അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വരുന്നു. സ്വാഭാവികമായും ബേജാറുണ്ടാകും, പേടിയുണ്ടാകും, എന്താണെന്ന് അറിയില്ല. അതാണ് അടുത്ത വചനങ്ങൾ മുതൽ പ്രതിപാദിക്കുന്ന ഇൻഷാ അല്ലാഹ് മക്കർ ക്ലാസ്സിൽ ബാക്കി എടുക്കാം. മൊത്തം അർത്ഥം വദ്കുർ ഫിൽ കിതാബി മറിയമ, വേദഗ്രന്ഥത്തിൽ ഈ മറിയമിനെ ഓർക്കണം. ഇൻതബഅത് മിൻ അഹ്ലിഹാ മക്കാനൻ ശർഖിയ്യ, അവർ തൻ്റെ ആളുകളിൽ നിന്ന് കിഴക്കൻ ഭാഗത്തേക്ക് ഉള്ളൊരു സ്ഥലത്തേക്ക് മാറി നിന്ന ആ സന്ദർഭം നബിയെ താങ്കൾ ഓർക്കണം. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ, അങ്ങനെ അവർക്കപ്പുറത്ത് അവൾ ഒരു മറ സ്വീകരിച്ചു. ഫഅർസൽനാ ഇലൈഹാ റൂഹനാ, അപ്പോൾ അവരിലേക്ക് നാം നമ്മുടെ റൂഹിനെ അയച്ചു. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ, അങ്ങനെ ലക്ഷണമൊത്ത ഒരു മനുഷ്യനായി അദ്ദേഹം അവിടെ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. വല്ലാഹു അഅലം. അതെ, അതാണ് പ്രബലാഭിപ്രായം. കാരണം ഫതമസ്സല ബശറൻ സവിയ്യ എന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഈസാ നബിയുടെ റൂഹാണെന്ന് വന്നാൽ പിന്നെ ഈസാ നബി അവിടെ മുമ്പിൽ ഒരു മനുഷ്യനായി രൂപം പ്രാപിച്ചു എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതേതായാലും ഒരു വിദൂരമായ വ്യാഖ്യാനമാണ്. അല്ലാഹു അഅലം.